Q Developers Comedy Super Night 2. കല്യാണം കഴിച്ച ആ വീട്ടിൽ കൊണ്ട് കയറി അന്ന് മുതൽ അവിടെ കയ്യിൽ കിട്ടുന്ന പാത്രം അവിടെ തന്നെ എറിയാൻ തുടങ്ങിയതാ. എനിക്കിത് സഹിക്കാൻ വയ്യ, ഞാൻ ഡൈവേഴ്സ് ചെയ്യൂല. പന്നപ്പട്ടി സൂരജ് ഇതിന്റെ പേരെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ധർമ്മേന്ദ്ര. ഇത് സിനിമ തന്നെയാണോ ഇത്? ഈ പൂച്ചക്കൊക്കെ ആരെയും ധർമ്മേന്ദ്ര എന്ന് പേരിടുവോ? വിളിക്കുന്നതിന് പകരം വല്ല അൻസിബ അൻസിബ എന്നെ വിളിച്ചാണ്. നർമ്മകാഴ്ചകളുടെ മായിക ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്ഷേത്രാചാരങ്ങൾക്കെല്ലാം ഒരു ശാസ്ത്രമുണ്ട്. അതായത് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് ആ ക്ഷേത്രത്തിനകത്ത് കയറരുതെന്ന് പറയുന്നതിനൊരു ശാസ്ത്രമുണ്ട്. അതുപോലെ പടിയേൽ തൊഴുന്നതിനൊരു ശാസ്ത്രമുണ്ട്. ശ്രീകോവിലിന്റെ മുന്നിൽ പോയി തൊഴുതു നിൽക്കുന്നതിനൊരു ശാസ്ത്രമുണ്ട്. വലം തിരിഞ്ഞ് പോകുന്നതിനൊരു ശാസ്ത്രമുണ്ട്. എന്തിനു പറയുന്നു? ക്ഷേത്രാചാരങ്ങൾക്കെല്ലാം ഒരു ശാസ്ത്രമുണ്ട്. എന്നാ പിന്നെ ആ ശാസ്ത്രം അങ്ങ് പറഞ്ഞു കൊടുത്തൂടെ? അത് അറിവുള്ളവരോട് പോയി ചോദിക്കണം. മനോജേ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ജനസമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മയക്കുമരുന്ന്. എന്റെ മനോജ്, ഇത് 3-3.5 മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. 9 മണിക്ക് സ്റ്റേജ് ഒഴിഞ്ഞു കൊടുത്താലേ ചാക്യാർ കൂത്ത് നടത്താൻ പറ്റൂ. ഇതൊക്കെ നീ ഇവിടെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും എഴുതി കൊടുത്തത് നിർത്താൻ നോക്ക്. എന്റെ പൊന്നലെ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ? കൈകൊണ്ടാഗ്യം കാണിച്ച് വാഗൊണ്ടാഗ്യം കാണിച്ച് ഇങ്ങാരെ നിർത്തുന്നില്ല. പേപ്പർ എഴുതി കൂടെ നിർത്താൻ. പേപ്പർ എഴുതി കൊടുക്കാനോ? എന്റെ പൊന്നെ, ഒന്ന് നിർത്തിത്താ എന്ന് പറഞ്ഞ് പേപ്പറിൽ ഞാൻ 2 പ്രാവശ്യം എഴുതി കൊടുത്തതാ. നിർത്തിയില്ല അയാൾ. എന്റെ പൊന്നു മനോജ, നീ ഒരു കാര്യം ചെയ്യ്, വേറൊരു പേപ്പറിൽ എഴുത്. ഇനി എഴുതി കൊടുത്ത അയാൾ എന്ത് പറയും? നീ എഴുത്, ഞാൻ കൊടുക്കാം. കൊടുക്കൂ. അപ്പോ ഇന്ന് മദ്യം എന്താണ്? ഇന്ന് മദ്യം നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായി? ഈ മദ്യത്തിന്റെ അഴിഞ്ഞാട്ടം നമ്മൾ നിർത്തണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിച്ച് അതിനൊരു പരിഹാരം കാണേണ്ടത് ആവശ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഇന്ന് മദ്യം എന്ന് പറയുന്നത് അത് ഒഴിച്ചൊഴിച്ച് 9 മണിക്ക് പരിപാടി തുടങ്ങേണ്ടതിനാൽ കളം വിടേണ്ടതാണ്. അപ്പം മദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ജനസമൂഹത്തിന്റെ അവരുടെ ആ നിഷ്ക്രിയത്വത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് മദ്യം നമ്മളുടെ കൊച്ചു ആളുകളുടെ, അതായത് നമ്മളുടെ കുട്ടികളുടെ കലാവാസനയെ തകർക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവരുടെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകളെ നശിപ്പിക്കാൻ ഇന്ന് നമ്മുടെ മദ്യത്തിന് കഴിയും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക ആളുകൾ മദ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിനെ എന്താണ്, ആളുകൾ അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ അഭയം പ്രാപിക്കണം. സൂപ്പറാ, താങ്ക് യു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇതെപ്പോ തുടങ്ങിയത്? ഈടാ, ഇത് 3.5 മണിക്കൂറായി തുടങ്ങിയിട്ട്. 3.5 മണിക്കൂറായിരുന്നു. ഇത് എന്റെ വീടിന്റെ ഫ്രണ്ടിലെ തെങ്ങ വെച്ച് വെച്ചാൽ കോളാമ്പി അഴിച്ചു മാറ്റിക്കോണം. അതെന്താടാ? സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? എടാ, നിന്റെ വീടിന്റെ അവിടെ ഒരു കോളാമ്പിയല്ലേ ഉള്ളൂ. എടാ, 46 സ്പീക്കറിനകത്ത് ഇത്രയും നേരം കേട്ടോണ്ടിരിക്കാൻ 3.5 മണിക്കൂറായി. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിത്തടാ. ചാക്യാർ കൂത്തി ഞാനൊന്ന് നടത്തിക്കോട്ട്. എടാ, ഞാൻ പേപ്പറിൽ എഴുതി കൊടുത്തു, ഒരു രക്ഷയുമില്ല. ശരിയാക്കി തരാം. റെഡിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് മദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ജനസമൂഹത്തിൽ ഇങ്ങനെ എരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷമാണ്. അതിനെ നമ്മൾ തകർക്കണം. അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാപിക്കണം. അതാണ് വേണ്ടത്. നന്നായി വരട്ടെ. അപ്പൊ ദൈവസന്നിധിയിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മൾക്കതിനെ. അപ്പം എന്റെ മതപ്രസംഗ പരമ്പര ഇവിടെ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഉത്സവ ആശംസകൾ. അപ്പം ഓം ശാന്തി ശാന്തി ശാന്തി. എടാ, ഞങ്ങൾ 2 പ്രാവശ്യം എഴുതി, എന്നിട്ട് അങ്ങേര് പോയില്ല. 3 പ്രാവശ്യം അവൻ കൈക്രിയ കാണിച്ചു, എന്നിട്ടും അങ്ങേര് പോയില്ല. നീ എന്ത് പടാ എഴുതി കൊടുത്തേ? അതൊക്കെ എഴുതി കൊടുത്തിയാ എന്തുവാ? ഒന്ന് പറ. അതൊക്കെ എഴുതി കൊടുത്തടാ.
ഞാൻ ഒറ്റ കാര്യം എടുത്തു 9 മണിയായി വീവറേജ് അടിക്കാൻ സാധനം കിട്ടിയാലെന്ന് എഴുതി കൊടുത്തു. അപ്പൊ തന്നെ സ്ഥലം വിട്ട് പുല്ല് പോലും ഇല്ല പോയോട്. അത് കൊള്ളാം, അത് കൊള്ളാം. ഇവിടെ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നില്ലല്ലോ. ഈ വ്യക്തി അങ്ങനെ തോന്നത്തില്ല. കുന്നുവിള ദേവീക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിവസമായി ഇന്ന് കൃത്യം 9 മണിക്ക് തന്നെ ചാക്യാർ കൂത്ത് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും വേദിക്കരികിലേക്ക് വന്നു നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ ചേട്ടാ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഞാൻ എവിടെല്ലാം തെരഞ്ഞു. തെരഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്തെ സ്റ്റേജ് കിട്ടിയാണ്. സുന്ദരി വിളിച്ചോണ്ട് പോ, വിളിച്ചോണ്ട് പോവാൻ. സുന്ദരി വിളിച്ചോണ്ട് പോകാൻ. നീ ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അറിയാം. പക്ഷേ ഇനി പരിപാടി നടക്കത്തില്ല. അവിടെ പോയി അതെന്റെ കുഴപ്പമായിരുന്നു. അതെന്റെ കുഴപ്പമായിരുന്നു. കുത്തുണ്ടാക്കിയ നീയാ? ഞാനോ? ആ, എന്റെ ഭാര്യയുടെ പേരെന്നാ? സുന്ദരി. സുന്ദരി. ഒരുത്തൻ കാണാൻ സ്റ്റേജിൽ കയറുന്നിട്ട് എന്റെ പെണ്ണുമ്പിള്ള നേരെ നോക്കിയിട്ട് സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെ നാളെ നാല് മംഗളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടക്കുണ്ടാക്കണോ? ഉടക്കുണ്ടാക്കണോ? അങ്ങനെ പെട്ടണോ? പാട്ടല്ലേടാ. പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഹലോ, പരിചയപ്പെടാനായിട്ട് വന്നാ? ഇതെന്താ കോല ഇത്? എന്താണ് ഉരുളി എടുത്ത് തലേ വെച്ചോ? ഇത് ചാക്യാർ കൂത്തിന്റെ കോലമാണേ. ആണോ? 2 കൂട്ടുണ്ടാക്കാനുള്ള അരിമാവുണ്ടല്ലോ മേത്ത്. ആരെ മനസ്സിലായില്ലേ? എവിടുന്ന് വരുന്നു? ഞാൻ ഇവിടുത്തെ ആള് തന്നെയാ. ഈ സ്റ്റേജ് നമ്മുടെ സ്ഥലത്താ ഇരിക്കുന്നത്. ശരി ശരി. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടോ? അതാ എന്താ ഉദ്ദേശിക്കുന്നത്? അയ്യോ, പരിപാടി കളിക്കാൻ വന്നതല്ലേ? അതെ 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 അതെ. പിന്നെ ഓ, ഇതിനൊക്കെ പോയാൽ വല്ല കിട്ടുമോ? ഈ വേഷമൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ തൂക്കിയിട്ട് വലിയ സെറ്റപ്പാണ്. ഈ അരിമാവൊക്കെ ഒഴിച്ചു പോയാൽ വല്ല കിട്ടുമോന്ന് ചോദിച്ചേ. ഏയ്, ഞാൻ അഷ്ടിക്ക് നടക്കുന്നൊരു കലാകാരനല്ല. ഞാനൊരു ബാങ്കിലെ മാനേജരാണ്. മനസ്സിലായില്ലേ? 6 ശമ്പളം മേടിക്കുന്ന ഒരു ബാങ്ക് മാനേജരാണ് ഞാൻ. ആ കലയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് മാത്രം ഞാൻ ഈ വേഷം കെട്ടി ഇങ്ങനെ വന്നു കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. ബാങ്ക് മാനേജരാ. ഏത് ബാങ്ക്? ബാങ്ക് ഓഫ് ബറോഡ. പൊറോട്ട എന്ന് പറഞ്ഞ ബാങ്ക് എവിടെയാണ് ഇവിടെ? പൊറോട്ട എന്റെ പൊന്ന് സഹോദര. ബാങ്ക് ഓഫ് ബറോഡ. ബറോഡ. നിന്റെ പറമ്പിൽ തന്നെ ഇതൊക്കെ നടക്കുന്നത്. നീ ഒന്ന് വിട്ടെ, നീ പോയെ. എന്നോടാ കാര്യം പറയലോ. എടാ, നല്ലൊരു കലാരൂപം നടത്തുമ്പോ അതിന്റെ ഇടയ്ക്ക് വന്ന് കൊഞ്ഞാൻ വിത്ത കാണിക്കാടാ. ഒന്ന് പോയി താടാ നീ ഒന്ന്. അല്ല, കിടുക്കം പാട്ട് പാടിക്കണം കേട്ടോ. ജില്ലയിലെ വിജയുടെ പാട്ടിൽ ചിങ്കളമാണി ആ പാടി അവിടെ കിടന്ന് പൊടി പറഞ്ഞ ഡാൻസ് അടിക്കും. 9ാം ഉത്സവ ദിവസമായി ഇന്ന് അരങ്ങേറുന്ന ചാക്യാർ കൂത്തിലേക്ക് ചാക്യാരെ ഉത്സവ കമ്മിറ്റിയുടെ പേരിലും അതുപോലെ തന്നെ ചാക്യാരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചാക്യാരുടെ പേരിലോ? അല്ല, ഭക്തജനങ്ങളുടെ പേരിൽ ഞാൻ ചാക്യാരെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. ഞാൻ ഇവിടെ ഗാനമേളകളോ അല്ലെങ്കിൽ നാടകങ്ങളോ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും അല്ല ചെയ്യുന്നത്. എന്താണ് ഞാൻ ചെയ്യുന്നത്? ചാക്യാർ കൂത്താണ്. ചാക്യാർ കഥയിലേ പറ്റൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കഥ എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും നിശ്ചയമുണ്ടോ? പുലിമുരുകനാണോ? ഞാൻ കണ്ടില്ല. ആ കഥയൊന്ന് പറഞ്ഞാൽ കൊള്ളാം. പുലിമുരുകന്റെ കഥ. പുലിമുരുകനും എലിമുരുകനും ഒന്നുമല്ല. ഇത് പാഞ്ചാല ദേശത്തുള്ള പാഞ്ചാലിയുടെ കഥയാണ്. പാഞ്ചാല ദേശത്തിന് പേര് കൂട്ടിയാണ് പാഞ്ചാലിക്ക് പേരിട്ടിരിക്കുന്നത്. പാഞ്ചാലി ഇവിടെ നടക്കുന്നതാണ് പാഞ്ചാലി സ്വയംവരം. അതിൽ ചിരി വരും. എന്തായിട്ട് അപ്പോ പാഞ്ചാലിയുടെ നടക്കുന്ന സംഭവത്തില് പാഞ്ചാലി കെട്ടി ഒരുങ്ങനെ വന്ന് നിൽക്കുക. കുട്ടോളം മുടിയും വെച്ച് നല്ല ഉണ്ടക്കണ്ണും നല്ല ചുമന്ന് തുടുത്ത മൂക്കും ചുണ്ടപ്പഴം പോലത്തെ ചുണ്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പാഞ്ചാലി വന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നൊക്കെ നടക്കുന്ന സംഭവം എന്നറിയോ? സ്വയംവരം. ഈ സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താന്ന് വല്ല അറിയോ? സ്വയം മരണം എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് അടങ്ങിയിരിക്കടാ, ഒന്ന് അടങ്ങി. ഉള്ള കാര്യമല്ല ചങ്ങാതി ഞാൻ പറഞ്ഞത്. സ്വയംവരം എന്താ? സ്വയംവരം ചെയ്താലേ സ്വയം മരണല്ലേ സംഭവിക്കണേ? അല്ലേ? സ്വയംവരം നമ്മൾ നാല് കെട്ടുമല്ലേ? സ്വയംവരം എന്ന് പറഞ്ഞാൽ സ്വയം വരിക്കുക, അത് സ്വയം തീരുമാനിച്ചങ്ങ് എടുക്കുക എന്നുള്ളതാണ്. ഈ
ഈ സ്വയംവരത്തിൻ്റെ കാര്യം സ്വയം എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഈ ഇരിക്കുന്ന വിദ്വാനും വിദ്യാർത്ഥിക്ക് ഒരു കേസ് ഉണ്ടായി ഞാൻ ഇങ്ങനെ ഓർമ്മയിൽ വന്നത്. എന്താണെന്ന് വെച്ചാലേ ഒരു മാർജിൻ ഫ്രീ ഷോപ്പിൽ ഈ വിദ്വാനും വിദ്യാർത്ഥിയും കൂടെ സാധനങ്ങൾ വാങ്ങുവാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൂടെ ചെന്ന അവസരത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? പുള്ളിക്കാരിക്ക് വേണ്ട കുറേ പാത്രങ്ങളാണ് ഇങ്ങനെ അണ്ടകടാഹം പോലെ കിടക്കുന്ന പാത്രങ്ങൾ നോക്കി അതിനെന്ത് വില ഇതിനെന്ത് വില ഈ താഴെ കിടക്കുന്ന ആ മേളിൽ കിടക്കുന്ന ഇങ്ങനെ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ആണായ വിദ്വാന ഭർത്താവ് എന്താ ചെയ്തേ? അപ്പുറത്തെ സൗന്ദര്യാദികൾ സൗന്ദര്യം സൗന്ദര്യം കൊണ്ട് വർദ്ധിപ്പിക്കത്തക്ക വണ്ണം ഈ സൗന്ദര്യാദികളെല്ലാം ഇങ്ങനെ നോക്കി നിന്നപ്പോഴെന്താണ് കുറേ സോപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അവിടെ ഇഷ്ടം പോലെ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു സോപ്പ് എടുത്തിട്ടാ എന്തായതാ മാറ്റി വെച്ചു, വേറെ സോപ്പ് എടുത്തു, കൊള്ളില്ല, മറ്റൊരെണ്ണം കൊടുത്തു, അതും കൊള്ളില്ല. ഇങ്ങനെ മണപ്പിച്ചിരിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് കാണുന്നു. നേരെ പിടിച്ചു, നിങ്ങളെന്താ കാണിക്കുന്നേ? എന്താ കാട്ടിയേ? അപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങൾ ആ സോപ്പിൻ്റെ മേളിലുള്ള പെണ്ണുങ്ങളുടെ പടത്തിൽ ഉമ്മ കൊടുത്തു കളിക്കുകയല്ലേ എന്ന്. അങ്ങനെ ഒരു പടക്കുണ്ടായി. 3 മാസം രണ്ടുപേരുടെ 2 ദിശയിലേക്ക്. അത് ശരി, നീ വീട്ടിലുണ്ടായ കാര്യം മുഴുവൻ ഓരോ ആൾക്കാർ ഇവൻ വടക്കാഞ്ചേരി എന്ന് വന്ന ഇവൻ അറിഞ്ഞു, വടക്കാഞ്ചേരി എന്ന് തൊപ്പി മാറ്റി വന്ന ഇവൻ അറിഞ്ഞു. ഇതെങ്ങനെ അറിഞ്ഞു? പിന്നെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെ ഇവൻ അറിഞ്ഞു? അയാൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? കണ്ട പെണ്ണുങ്ങളുടെ ഉമ്മ കൊടുക്കാൻ പോയിട്ടല്ലേ? ഭ്രാന്തി ഉമ്മ കൊടുത്താണ് ഞാൻ. പിന്നെ നല്ല മണമുള്ള തോപ്പ് വെച്ചെടുക്കാനുണ്ട്. പിന്നെ എനിക്ക് അറിയാവുന്നല്ലേ നിങ്ങളെ. മര്യാദക്കിരുന്ന് കാണുന്ന നല്ലൊരു കലാരൂപത്തെ അധിക്ഷേപിക്കരുത്. എന്റെ ചിരി വരുന്നില്ല കേട്ടോ. നീ അവിടെ ഇരുന്നേ. പാട്ട് പാടുന്നു ചെയ്യുന്ന നല്ലോണം സുഖിച്ചു വരുന്ന പരിപാടി. നീ ഒന്ന് മിണ്ടായിരിക്കും. ആർക്കും സുഖം? എനിക്കൊരു സുഖമില്ല. പോട്ടെ മനോജ്, എവിടെ പോകാൻ പറ്റത്തില്ല. അവിടെ എന്താന്ന് വെച്ചാല് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഞാൻ അവതരിപ്പിക്കുന്ന കഥ പാഞ്ചാലി ദേശത്ത് നടക്കുന്നൊരു കഥയാണ്. പഞ്ചപാണ്ഡവന്മാരുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ്. അത് പാഞ്ചാലിയുടെ സ്വയംവരമാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്വയംവരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു സ്വയം വരിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഇതിൽ വന്നത്. എന്നിരുന്നാലും ഈ പാഞ്ചാലി എന്ന് പറഞ്ഞ സ്ത്രീ അത്ര അതിസുന്ദരിയാണ്. അപ്പോഴെന്താണ്, ആ പാഞ്ചാല ദേശത്ത് വലിയൊരു വില്ലെടുത്ത് വെച്ചിരിക്കുക. ഏതാ? ഗാന്ധീപം. ഈ ഗാന്ധീപം എടുത്ത് പൊക്കി അത് ഗാന്ധീപം കൊലപ്പിക്കണം. ഗാന്ധീവാണോ കൊലക്കണേ? വാഴയിലടാ കൊല. അങ്ങനെ നാട്ടുരാജാക്കന്മാരൊക്കെ ഇങ്ങനെ വന്ന് നേരം ഇങ്ങനെ ഇരിക്കുകയാണ് പാഞ്ചാലി സ്വന്തമാക്കാൻ വേണ്ടി. അപ്പോഴും ഓരോരുത്തർ വരുന്നു. ചില രാജാവ് ഇങ്ങോട്ട് വന്നിട്ട് ആ വില്ലെല്ലാം കൊണ്ട് കീറി പിടിച്ചിട്ട് ഇങ്ങോട്ട് ഓടിക്കാൻ വേണ്ടി നോക്കുക. ഈ സമയത്ത് ചില പാടന്മാർ വന്നിട്ട് താഴെ നിന്നൊക്കെ തൂത്ത് വാരി എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നുണ്ടേ. അപ്പോൾ എല്ലാവരും വലിയ വിഷമഘട്ടത്തിലിരിക്കുമ്പോഴാണ് പാഞ്ചാലിയുടെ തോഴി അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുക. കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കാൻ. അല്ല, പാഞ്ചാലിയുടെ തോഴിയാ നോക്കി. പാഞ്ചാലിയുടെ തോഴിയാണ് ഇരിക്കണേ. അല്ല, ഞാൻ നോക്കിയ പാഞ്ചാലിയുടെ തോഴി. അപ്പൊ പാഞ്ചാലിയുടെ തോഴി ഇങ്ങനെ നോക്കുകയാണ്. ആരാണ് ഇരിക്കുന്നത്? ദൃഢഗാത്രനും ആരോഗ്യത്തിൽ വലിപ്പമുള്ളവനുമായ ആരായിരിക്കുന്നത്? വല്ല നിശ്ചയമുണ്ടോ? ആരാണെന്ന് നിശ്ചയമുണ്ടോ? നിശ്ചയമുണ്ടോ? നിനക്കറിയത്തില്ല, എന്നോടാണ് ഇരിക്കണേ. ഭീമസേനിരിക്കുന്നു. ഭീമസേനിരിക്കുന്നേ. അത് കണ്ടപ്പം തോഴി പറഞ്ഞു, ഇത് മതി, നമുക്ക് ചേർന്ന ആള് തന്നെ എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്ത്? ഭീമസേനൻ ചാടി എഴുന്നേറ്റു. ഭീമസേനൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഞാൻ ഉടനെ വിവാഹം കഴിക്കുന്നില്ല. എനിക്ക് താഴെയും മേലോട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അഭിപ്രായമനുസരിച്ച് മാത്രമേ കല്യാണം കഴിക്കൂ, വിവാഹത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആരെയാ? വല്ല നിശ്ചയമുണ്ടോ? നിശ്ചയമുണ്ടോന്ന് ചോദിച്ചാൽ അത് ആരാ പോലും? അത് ആരുമല്ല, അർജുനെ ചൂണ്ടിക്കാണിച്ചു. അർജുനാണ് വലുത്. ഞങ്ങളുടെ ദൃഢഗാത്രനും ആയോധനരായി വളരെയേറെ മുഖ്യമുള്ള അർജുനൻ ഇത്രയും മുഖസൗന്ദര്യത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന. മതി കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാം, ഇത്രയും നേരം ഇവിടെ കിടന്ന് കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. ചിരിക്കാനൊന്നുമില്ല ഇതിനകത്ത്. അല്ല, നീ പാട്ട് പാടുമെന്ന് പ്രതീക്ഷിച്ചു, അതൊന്നും വന്നില്ല. എന്ന ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോവാ. ഇതിനിടയ്ക്കൊക്കെ നീ എന്ന് പറയുന്നുണ്ടല്ലോ, പറഞ്ഞിരുന്നു. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ?
എന്താ ഇത്? അല്ല അത് കേൾക്കണല്ലോ. അല്ല അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അർത്ഥമുണ്ട് അതിന്. ഇല്ലാതെ. അല്ല ഇതിനെ കഥക്കിടയ്ക്ക് പറയുന്ന സംഭവമാണല്ലോ ഇത്. അതിപ്പോ കഥ പറയുമ്പോൾ ചില കണക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചാക്യാരുമാരെ അതാണ് ചോദിച്ചത്. ആ അർത്ഥം എനിക്ക് കിട്ടണം. അതൊന്ന് പറഞ്ഞു വിടാ എന്റെ ചേട്ടാ. എന്റെ പൊന്നു സഹോദരി, അതല്ല ഈ കഥ മറന്നു പോകുമ്പോൾ ഓർത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇതൊന്നുമല്ല. നിങ്ങൾ വന്നപ്പോ മുതൽ ഇറണ്ടണ്ട പറഞ്ഞോണ്ടിരിക്കുക. ഓർത്തെടുക്കണമെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യമില്ലോ. എന്റെ പൊന്നു സഹോദര, ആ. 1500 രൂപയ്ക്ക് ബുക്ക് ചെയ്ത പരിപാടി ആയത്. എത്ര രൂപയ്ക്ക്? 1500. നീ എന്റെ അടുത്ത് 5000 രൂപ എന്നല്ലേ പറഞ്ഞത്? അല്ല ഞാൻ 5000 രൂപ. ബാക്കി പൈസ അല്ല ഞാനൊരു സത്യം പറയാം. ഈ പുള്ളിക്ക് കഥയും മണ്ണാക്കൊന്നും അറിയത്തില്ല. ഞാൻ 1500 രൂപ കൊടുക്കാന്ന് പറഞ്ഞു എന്റെ കാല് പിടിച്ചിട്ടാ ഇവിടെ വന്ന് പരിപാടി ചെയ്യുന്ന. 5000 രൂപ ബാക്കി പൈസ നീ എടുത്ത് തിന്നല്ലേ? എന്താ സോമ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം ഇത് വലിയ പ്രശ്നമായി. എന്തോന്ന്? കഴിഞ്ഞ പ്രാവശ്യം കത്തിക്കുത്ത് നടന്നു. എന്താ പ്രശ്നം? എന്താ നീ മനസ്സിലാവുന്നില്ല? ഞാൻ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചോണ്ടിരിക്കണോ? ഉവ്വ, ആ. ഇതകവും വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. ഞാൻ കേട്ടിരുന്നു. ഞാൻ പൂജ നടത്തിക്കൊണ്ടിരുന്നപ്പം അങ്ങയുടെ ചാക്യാർകൂത്ത് ഞാൻ കേട്ടു. സന്തോഷമുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു സംശയം തോന്നി. എന്താണാവോ? എന്താ ഈ റണ്ടണ്ടണ്ടണ്ടണ്ടം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എന്താ തിരുമേനി ഇങ്ങനെ? എന്റെ പൊന്ന് തിരുമേനി. തിരുമേനിയോ? അല്ല തിരുമേനി, ഓ. ഞാൻ ഒരു കാര്യം പറയാം. ആ. ഇവൻ ചാക്യാരല്ലെന്ന്. ചാക്യാരല്ലേ? ഒറിജിനൽ ചാക്യാരല്ല. അവൻ പൈസ കുറച്ച് കൊടുത്ത് കൊണ്ടുവന്ന ഒരാളാണ് ഇവൻ. നിങ്ങൾ ചാക്യാരല്ലേ? അല്ല, സത്യമായിട്ടും അല്ല. ഞാൻ ഈ സ്റ്റേജ് പരിപാടിയും TV പരിപാടിയും ഒക്കെ കണ്ടിട്ട് എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കലാരൂപം അന്വേഷിച്ച് തന്നപ്പോഴാണ് ചാക്യാർകൂത്ത് കണ്ടത്. അത് ഞാൻ തന്നെ പഠിച്ച് എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തു പോവാ. എന്നോട് പൊറുക്കണം, എനിക്ക് ശരിക്കും അറിയത്തില്ല. എടോ, ഈ ചാക്യാർകൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദൈവദത്തമായ കലയാണ്. മനസ്സിലായില്ലേ? അത് ഗുരുമുഖത്ത് തന്നെ പഠിക്കണം. ഈ എന്തിനാണ് നമ്മളെ കൊച്ചു തുറമുഖത്ത് പോയി അത് പഠിക്കാൻ പോണത്? എടാ പോടാ വേടുന്നു. ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണോ? അങ്ങനെയാണോ? പറഞ്ഞ മനസ്സിലായില്ലേ? എന്തായാലും പരിപാടി പൊളിഞ്ഞത് കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും കല അറിയാമോ? ആ ഇവന് വാങ്ങി മാനേജവൻ. ബാങ്ക് മാനേജറാ? പിന്നെ പൊറോട്ട വാങ്ങിന്റെ മാനേജവൻ. അല്ലല്ല, ഞാൻ മാനേജരല്ല. ഞാനവിടെ ചായ കൊണ്ട് കൊടുക്കുന്ന ആളാ. ഒരു ബൂസ്റ്റിന് വേണ്ടി മാനേജരാക്കിയത്. ഇയാൾക്ക് നാണോ ഇല്ലോടോ ഇങ്ങനെയൊക്കെ ചെയ്യാന്? വളരെ മോശമായ പരിപാടിയല്ലേ? ജീവിക്കണ്ട, അതുകൊണ്ട് ഞാൻ എന്തോന്ന് വേറെ ജീവിക്കാൻ വല്ല കലാപരിപാടി വല്ലതും അറിയാമോ? ഞാൻ നന്നായിട്ട് ഊതും. അത് കണ്ടാ നല്ല ഊത്തുകാരനാണ്. പിന്നെ മുഖത്തേക്ക് അല്ല, മകടി ഊതും. മകുടി ഊതും? മകടി ഊത്തെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മകടി ഊതി പാമ്പിനെയൊക്കെ ചെറുതായിട്ടൊക്കെ പിടിക്കാറുണ്ട്. അതാണ് മെയിൻ പരിപാടി. അപ്പൊ ആ മകുടി ഒന്ന് ഊതാമോ? പിന്നെ ഊതാം. ഇതിന്റെ ഏതെങ്കിലും തീർന്നോട്ടെ. ഞാൻ എടുത്തോട്ടെ. ആ എടുത്ത നീ കയറി മേശപ്പുറത്ത് കയറി. ഇവൻ ചിലപ്പോ ഊതി പാമ്പനെ കൊണ്ടുവരും. നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടായിരിക്കും അവിടെ അങ്ങോട്ട്. അനക്കൊണ്ടെ കൊണ്ടുവരും. ഇത് ഞാൻ പൊളിച്ചെടുക്കും ഈ സാധനം. ഞാൻ നിന്നെ കൊല്ലോ ഞാൻ പാമ്പനെ വിളിച്ചു വരുത്തില്ല. എന്നാടാ അത്? തിരുമേനി, ഓ എന്റെ തിരുമേനി, ഞാൻ ഊതിയ ശരിക്കും പാമ്പാ വരുന്നത്. ഉം. ഇത് മാത്രം ഈ നാട്ടിലുള്ളതാണ്ട് അടിച്ച് പാമ്പാട് നടക്കുന്ന മദ്യവന്മാരാണല്ലോ വന്നിരിക്കുന്നത്. ഞങ്ങളെ സംഘാടകരുണ്ട് നിൽക്കുന്നത്. അയ്യോ, നാണമില്ലല്ലോ. മാന്യന്മാരാന്ന് നടക്കുന്നത്, മാന്യന്മാര്. ചാക്യാരെ, അങ്ങനെ ഈ വർഷത്തെ ഉത്സവവും താങ്കൾ പറഞ്ഞതുപോലെ ഇനി തെലുങ്ക് വിശേഷങ്ങള്. തെലുങ്ക് വിശേഷം അതിലും വലിയ വിശേഷമാണ്. തെലുങ്ക് എനിക്ക് ഇപ്പോഴും ఇక్కడ కూర్చోండి తమ్ముడు అదొక్క అది మాత్రం എനിക്ക് അറിയുള്ളൂ. ఇక్కడ కూర్చోండి, అక్కడ కూర్చోండి. ബാവുനാരാന്ന് വെച്ചാൽ സുഖാണോ, ബാവുനാനെന്ന് വെച്ചാൽ എനിക്ക് സുഖാണ്. അതാണ്. അത്രയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ. എനിക്ക് വിശക്കണൂന്ന് എങ്ങനെ പറയാ? എനിക്കറിയില്ല. അപ്പൊ അവിടെ ചെന്ന് പട്ടിണി കിടന്ന് ചാവോ? ഇല്ലില്ല, ഞാൻ ഹിന്ദി പറയും. അപ്പൊ ഹിന്ദി ആയിക്കോട്ടെ. എന്ത് വിശക്കണൂന്ന് പറ. മുझे भूख लग रही है. കുछ खाने को दो. അപ്പൊ ഹിന്ദി എവിടെ നിന്ന് പഠിച്ചു? ഹിന്ദി എനിക്ക് ഹിന്ദി പണ്ടേ ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞ ജനിച്ചത് ഡോംബിവിലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മഹാരാഷ്ട്രയില്. അവിടുന്ന് എനിക്കൊരു 3.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങള് പാലായിൽ വന്ന് സെറ്റിലായി. അപ്പോ നമ്മൾ 3.5 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ സംസാരിച്ചൊക്കെ തുടങ്ങുന്ന ഒരു 3 വയസ്സിൽ പഠിച്ച ഹിന്ദിയാ. എന്ത് നല്ല രസമായിട്ടാ ഹിന്ദി പറയണേ. ഇതിനും വലിയൊരു കഥയുണ്ട്, ഞാൻ പറയട്ടെ കുട്ടി. എന്നാ പറഞ്ഞോ. സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഞങ്ങള് പാലായിലേക്ക് വന്നു. അപ്പോ അടുത്ത വീട്ടുകാരൊക്കെ ഹിന്ദി ആയിരുന്നല്ലോ. അപ്പൊ അല്ല, പാലയിലൊന്ന് താമസിക്കുകയാണ് യക്ഷിയാണോ? കോട്ടയത്ത് പാല എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിലാണ് എന്റെ വീട്.
ഓക്കെ. അപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആയി കഴിഞ്ഞിട്ടും നമ്മുടെ വീട്ടിലെ കേബിൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ് SSLC കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ കേബിളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മള് വീട്ടില് നാഷണൽ ചാനലാണല്ലോ ഉള്ളത്. അതിനകത്ത് വരുന്ന എല്ലാ പ്രോഗ്രാംസും ഹിന്ദിയാണ്. ഹിന്ദി സീരിയല്, ഹിന്ദി സിനിമ, എല്ലാം ഹിന്ദി. ശക്തിമാൻ, ഹീമാൻ എല്ലാം കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ട് ഹിന്ദി പണ്ട് പോലെ ആ ഒരു ടച്ച് ഉണ്ട്. പിന്നെ സിനിമയിൽ തീർച്ചയായിട്ടും അഭിനയിക്കാം. ഹിന്ദി സിനിമ വേണമെങ്കിൽ ചെയ്യാം. അഭിനയിക്കാനുള്ള ലുക്ക് ഉണ്ട്. ഹിന്ദി അറിയാമെന്നും പറഞ്ഞു. അപ്പൊ ഹിന്ദി അത്യാവശ്യം അറിയാം. കാരണം +2 ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. കോളേജിലും ഹിന്ദി തന്നെയായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത്. +2 സ്കൂളിലെ ടോപ്പർ ഞാനായിരുന്നു ഹിന്ദി. അപ്പൊ എന്തായാലും നല്ലൊരു ചാൻസ് വരട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. +2 ഫുൾ മാർക്ക് ആയിരുന്നു. എന്തായാലും താങ്ക് യു, ആശംസക്ക് താങ്ക് യു. സ്കൂൾ കോളേജ് ടൈമിലൊക്കെ കലാപരിപാടികൾക്കൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഏതൊക്കെ ഇനങ്ങളായിരുന്നു? ഡാൻസ്, പാട്ട് ഒക്കെ ആയിരുന്നു. സിംഗിൾ ഐറ്റം ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഐറ്റം. എന്നാ പിന്നെ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ മിയ ജോർജ് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. കണ്ണൂരം ചിങ്കാരം, കണ്ണൂരം ചിങ്കാരം, ഈ പൂവിൽ വന്ന് വണ്ട് മൂളവേ, ഈ നെഞ്ചിലെ സാവിരികൾ പെയ്തു തോറും ഇന്ദ്രനീലരാവായി. കണ്ണൂരം ചിങ്കാരം, കണ്ണൂരം ചിങ്കാരം, ഈ പൂവിൽ വന്ന് വണ്ട് മൂളവേ, ഈ നെഞ്ചിലെ സാവിരികൾ പെയ്തു തോറും ഇന്ദ്രനീലരാവായി. കണ്ണൂരം ചിങ്കാരം. സത്യം പറട്ടെ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് വിസിലടിക്കാൻ അറിയാത്തോണ്ടാട്ടോ. എന്നാലും എല്ലാരും ഒന്നടിക്കും ഞാനിങ്ങനെ ആക്കുമ്പോ. ഹായ് മീമോൾ. ഹായ്. ഹായ് അൻസിമോൾ. വലിയ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യണം. എനിക്കൊരു ചെറിയൊരു വിഷമത്തിരിക്കുകയാണ്. ഞാൻ സങ്കടമുണ്ട്. എനിക്ക് നാളെ ഒരു ദിവസം ലീവ് തരണം. എനിക്ക് ലീവ് അതൊന്നും തരാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. എനിക്ക് നാളെ ഒന്ന് പറയാൻ പോളെ. നാളെ ഒറ്റ ദിവസം ലീവ് എനിക്ക് തരാൻ പറ. അല്ല എന്തിനാ ലീവ്? എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വക്കീലിനെ കാണണം. വക്കീലിനെ കാണാനോ? എന്താ പ്രശ്നം? എന്റെ വൈഫ് സൈനവയെ ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു. എനിക്ക് ഇനി വേണ്ടവളെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും അവളെ. എന്താ കാര്യം പറ. അല്ല ഇത് ശരിയാവത്തില്ല. ഞാൻ 10-30 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്. ഞാൻ കല്യാണം കഴിച്ച് ആ വീട്ടിൽ കൊണ്ട് കയറി അന്ന് മുതൽ അവിടെ കൈ കിട്ടുന്ന പാത്രം എടുത്ത് തന്നെ എറിയാൻ തുടങ്ങിയതാ. എനിക്കിനി സഹിക്കാൻ വയ്യ. ഞാൻ ഡൈവേഴ്സ് ചെയ്യും. എന്തായാലും 10-30 കൊല്ലായി. ഇനി കുറച്ചു കാലം കൂടെ അതാണ് വിഷയം. ഈ 30 വർഷമായി അവളെ ഏറ് തുടങ്ങിയിട്ടെങ്കിലും 2 ദിവസമായിട്ട് അവിടെ ഉന്നം കറക്റ്റായിട്ട് കൊണ്ടോണ്ടിരിക്കുക. അതാണ് വിഷയം. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് ഡൈവേഴ്സ് വേണം. ഞാൻ വക്കീലിനെ കാണും അത്യാവശ്യം. എന്തായാലും ഡൈവേഴ്സിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ലീവ് ഒന്നും ആരും തരാൻ പോണില്ല. എനിക്ക് തരത്തില്ല. വേണ്ട പോട്ടെ. എനിക്ക് നാളെ ലീവ് വേണ്ട. ഇന്നൊരു 2 മണിക്കൂർ എന്നെ നേരത്തെ ഒന്ന് വിട്ടു തരാമോ? എന്തിന്? ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു 2 മണിക്കൂർ എന്നെ നേരത്തെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടില്ല. തരില്ല. അല്ല ഇത് വേറെ പ്രശ്നമൊന്നുമല്ല മോളെ. ഞാൻ പറഞ്ഞില്ല സൈനവ അവള് എന്റെ ഭാര്യ പുറത്ത് കിടന്ന് ഭയങ്കര ബഹളം. അവിടെ കൂടെ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. അപ്പൊ ഒന്ന് പോയിട്ട് വരാനായിട്ട്. അങ്ങനെ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇവിടുന്ന് ഡ്യൂട്ടി ടൈമിൽ 2 മണിക്കൂർ മുന്നേ പോവാൻ ഞാൻ സമ്മതിക്കില്ല. തരില്ല. ഇല്ല തരില്ല. താങ്ക് യു. വലിയ ഉപകാരം. അതെന്തിന്? എന്റെ ഒരു ആപത്ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചതിന് വലിയ സന്തോഷം എനിക്ക്. ആ എന്റെ വൈഫ് സൈനവ ഷോപ്പിങ്ങിന് പോകാണ്ട് അവിടെ കിടന്ന് ബഹളം വന്നല്ലോ. അവിടെ കൂടെ ഞാൻ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്റെ നിക്കർ കയറി പോകത്തില്ലേ? 5 പൈസ ഇല്ല കൈ. അത് രക്ഷിച്ചതിനാണ് എനിക്ക് സന്തോഷം. ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നല്ലേ. അപ്പൊ ഉപകാരം ചെയ്തുകൊണ്ട് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് മിയമോൾ ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ മിയമോക്ക് ചെറിയൊരു ഉപകാരം ചെയ്യും ഞാൻ. അതെ അതെ. മിയമോക്ക് ഒരു ഉപഹാരം തരാനായിട്ട് ഒരു കൊച്ചു പയ്യൻ വെളി വന്നിട്ടുണ്ട്. ഒരു ഉപഹാരം തരാനായിട്ട്. ഇതേത് പയ്യ ഇവിടെ വരി കയറി വരുന്നേ? ആ സൂരജ്, ആ കൊരകൻ ചെറുക്കൻ അവൻ തന്നെ. അല്ല ആരും വരെ ആ ചെറുക്കനെ വന്നിരിക്കുന്നത്. നോക്ക് നോക്ക്. ഉപഹാരം എന്ന് പറഞ്ഞപ്പോ എടുത്തിയാട്ടം കണ്ട ഒരു സന്തോഷം കണ്ട. ഞാൻ വിളിക്കാൻ பூனா
പൂനക്കുട്ടി മതി. ഹായ് ചേച്ചി, നമസ്കാരം. നമസ്കാരം. ചേച്ചിനെ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. താങ്ക് യു, താങ്ക് യു. അപ്പൊ ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആണോ? ആ. എന്താ ഇത്? എന്താണ്? ടെൻഡറേ. എന്തൊരു കട്ടമെന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ഒരാളൊരു പൂച്ചക്കുട്ടീനെ ഗിഫ്റ്റ് ചെയ്യുന്നത്. ഓ, ഇത് ശരിക്കും കുഞ്ഞാണ്. ശരി പറയുന്നത് നോക്കിയാ. എടാ പന്നപ്പട്ടി. പന്നപ്പട്ടിയല്ല, ഇത് പൂച്ചക്കുട്ടിയാണ്. എടാ ഞാനൊരു പൂച്ചയല്ല വിളിച്ചത്, നിന്നെയാണ് ഞാൻ വിളിച്ചത്. ഇവിടെ ആവശ്യമില്ലാത്ത സമയത്ത് ഈ പൂച്ച സാധനം വെച്ച് ഇവിടെ കയറി വരുമോ? ജസ്റ്റ് വന്നിരിക്കുമ്പോ ഇതൊക്കെ കയറി വരുമോ? ശരിക്കും പോട്ടെ ഏട്ടാ, വിട്ടേരെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്ന ആളാണ്. അതെനിക്ക് തോന്നി. മീനയുടെ ദേശീയ ഗാനം ഇട്ടോണ്ടാവും വന്നപ്പോഴേ എനിക്ക് തോന്നി ഇഷ്ടമുള്ള സാധനമായിരിക്കും. എന്തായാലും ഭയങ്കര ഒരു നല്ലൊരു ഗിഫ്റ്റ് ആയി പോയി. സൂരജ്, ഇതിന്റെ പേരെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ധർമ്മേന്ദ്ര. ധർമ്മേന്ദ്ര. ഈ ധർമ്മേന്ദ്ര ഇത് സിനിമാടി തന്നെയാണോ ഇത്? ഒരു 5 പൈസ കുറവുണ്ടല്ലേ? അയ്യോ, ഈ പൂച്ചക്കൊക്കെ ആരും ധർമ്മേന്ദ്ര എന്ന് പേരിടൂ. വല്ല കുറിഞ്ഞി പൂച്ച എന്നാ ഇങ്ങനെ പൂച്ച എന്നൊക്കെ വിളിച്ചാ മതി. വീട്ടിലെ പൂച്ചക്കുട്ടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല? അയ്യോ, പൂച്ചക്കുട്ടി മാത്രല്ല, ഒരാടും കൂടി ഉണ്ട്. ദൈവമേ, ആടിനെ കൊണ്ട് ശല്യം എന്ന് പറഞ്ഞാൽ എന്തൊരു ശല്യം എന്നറിയോ? ആ, അപ്പൊ ഇത് തന്നെ യവനെ കൂടാതെ ഒരാടും കൂടെ ഉണ്ട് ശല്യക്കാരനായിട്ട് വീട്ടിൽ. മാത്രമല്ല അത് ശല്യം ശല്യൊന്നല്ല, അല്ലല്ലേ? ആട് ശല്യം. ആട് എന്ത് ശല്യം ഉണ്ടാക്കി? അത് വേറൊന്നല്ല, രാവിലെ എപ്പോ നീ ശല്യം എന്റെ അമ്മ പറയും ആടിനെ കെട്ടടാ, ആടിനെ കെട്ടടാ, ആടിനെ കെട്ടടാന്ന്. ഈ അമ്മക്ക് ഈ ആടിനെ കെട്ടടാ, ആടിനെ കെട്ടടാ എന്ന് പറയുന്നതിന് പകരം പെണ്ണിനെ കെട്ടടാ, പെണ്ണിനെ കെട്ടടാ, പെണ്ണിനെ കെട്ടടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് പോയി ആടിനെ കെട്ടിയാലേ എന്റെ ജീവിതം സെറ്റിൽഡ് ആയത്. ആ ചെല്ലടാ ചെല്ലി. ഇരിക്കുന്ന ആരാണ്ട് പെമ്പിളായിരുന്നു നിന്റെ ആടിനെ കെട്ടാൻ പറയാം. അല്ലടാ, നിനക്ക് ഈ ആടിനെയും പൂച്ചനെയും കൊണ്ട് നടന്നാ മതി, ക്ലാസ്സിനൊന്നും പോണ്ടേ? ഫസ്റ്റ് പുള്ളിയോട് തന്നെ പറയുന്നത്. സ്വന്തം തന്തം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെയാണ് ഇനി 5 പറഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോവാറൊക്കെ കേൾക്കണം. ഞാൻ എന്നും ക്ലാസ്സിൽ പോവാറുണ്ട്. അങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ. പക്ഷെ ഇന്ന് സത്യത്തിൽ ഞാൻ ക്ലാസ്സിൽ പോയതാണ്. പക്ഷെ എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു നിസ്സാര ഒരു സംശയം ചോദിച്ചാലാണ് എന്നെ ഇറക്കി വിട്ടത്. എന്റെ ഡ്രോയിങ് സാറ് ചോദിച്ചപ്പോ ഇറക്കി വിട്ടു. സംഭവം വേറെ നല്ല സാറ് പറഞ്ഞു, ഡ്രോയിങ് സാറ് പറഞ്ഞു ഒരു ആനയുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആനയുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാനൊരു സംശയം ചോദിച്ചു. അതിനാണ് പുള്ളി എന്നെ ഇറക്കി വിട്ടത്. അവനൊന്ന് കാണിച്ചാ വായിച്ചാണ്ട് കറ ഞാൻ പൊളിച്ചാറേ. എന്റെ ഒരു സംശയം ചോദിച്ചിട്ട് എന്തോ സംശയം നീ ചോദിച്ചു? എന്റെ മക്കള് ഞാൻ ചോദിച്ചു വലിയ ആനയെ വരയ്ക്കണോ ചെറിയ ആനയെ വരയ്ക്കണോ? ശരാ, അതിനാണ് ഇറക്കി വിട്ടത്. അതിനിപ്പോ എന്താ ഒരു കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമല്ല, പുള്ളിയുടെ പേരാണ് ഈ ചെറിയാനെന്ന്. താരന്റെ ചെറിയാനെന്ന് പറഞ്ഞ് കളിയാക്കിട്ട് അങ്ങനെ എന്നെ ചീത്ത വിളിക്കാൻ മഹാഭാഗ്യം. അല്ല, അതിന് നീ വിഷമിക്കണ്ടടാ. നിന്റെ അച്ഛനെ അടുത്തറിയാവുന്ന ഒരാളാണ് പുള്ളി, അതുകൊണ്ടാണ് കഴുതറ മണി. വേറെ ഒന്നും വിചാരിക്കും. അല്ല സൂരജ്, നീ എന്തിനാ ഈ പൂച്ചക്കുട്ടനെ തന്നെ മേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്? അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഏതായാലും പറയാലോ. ഞാൻ എന്റെ നാട്ടിലൊരു ബെറ്റ് വെച്ചായിരുന്നു. എന്ത് പറ്റും? എന്റെ വീട്ടിലേക്ക് മിയ ചേച്ചി അധികം വൈകാതെ വരുന്നുണ്ടെന്ന്. അതിനാണോ പൂച്ചനെ കൊടുത്തേ? പൂച്ചനെ കൊടുത്തത് അതിനെന്നെയാണ്. അല്ല, ബെറ്റും പൂച്ചയായിട്ട് എന്താ ബന്ധം? അത് വേറെ സംഭവം ഒന്നല്ല. ഈ പൂച്ചനെ എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളിയാണെന്നുണ്ടെങ്കിൽ ഈ പൂച്ച തന്നെ നടന്നു വരും. ഇത് ആരുടെയും കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം അതിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അടുത്ത് തന്നെ അവര് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോ ചേച്ചി ഏതായാലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ നാട്ടിൽ വരുന്നേ, ഇത് തരുവാണല്ലോ. അപ്പൊ 2 ദിവസം ഇതിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ചേച്ചി തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഞാൻ പറ്റി കഴിക്കാലോ. നല്ല ബെസ്റ്റ് പൂച്ചനെ വീട്ടിലെ ശല്യം സഹിക്കാൻ വയ്യാതെ അതിനെ എന്റെ കൈ ഇവിടെ കൊണ്ടുവരാൻ. നിന്റെ പൂച്ചയെ കൊണ്ട് തരാനാണ് ഇവിടെ ഗസ്റ്റിനെ വിളിച്ചോണ്ട് വരുന്നത്. നിന്റെ പൂച്ച വേണ്ടിടാ, നിന്റെ പൂച്ച വേണ്ടിടാ. നീ ഇതിനെ കൊണ്ടുവന്നൊക്കെ കൊള്ളാം. ശല്യാണെങ്കിലും ശരി, കറക്റ്റ് സമയത്ത് പാലൊക്കെ കൊടുത്ത് ഭയങ്കര കാര്യമായിട്ട് നോക്കണം. അവന് കുടിക്കാൻ തയ്യുന്നില്ല പാൽ, അപ്പോഴാണ് പൂച്ചയ്ക്ക് കൊടുക്കാൻ. അല്ല കോള് തന്നെ ആവശ്യമില്ലാത്ത സൂക്ഷിച്ച് വിളിക്കുന്നതിന് പകരം വല്ല അൻസിബ എന്നെ വിളിച്ചാണ്. ഇറങ്ങാ വിളി. നീ നിന്നെ കൊണ്ടുവരാനുള്ള ശല്യം സഹിക്കാൻ പോയി. അപ്പൊ ഒരു പൂച്ച കൂടെ ചുമന്നോണ്ട് വന്നേ. ശരി എന്നാ എന്റെ പൂച്ച
ആദ്യമായിട്ടാണ് എനിക്ക് ഒരാൾ പൂച്ചക്കുട്ടിയെ ഗിഫ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണല്ലോ പെറ്റ്സ്. ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടോ? പൂച്ചകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടോ പെറ്റ്സ് ഉണ്ടോ? വീട്ടിലുണ്ട്. ഇപ്പൊ ഒരു തള്ളപ്പൂച്ചയും 2 കുഞ്ഞിപ്പൂച്ചകളും ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ദത്തെടുക്കാൻ- കിട്ടിയപ്പോ ഞാൻ ഓർത്ത് ഓക്കെ 4 അഡോപ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ആ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിങ്ങനെ ശല്യം പൂച്ചയാന്ന് ഞാൻ വിചാരിച്ചു. ഒരുപാട് മൂവീസ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ആക്ടർ ആരാണ്? കോ ആർട്ടിസ്റ്റ് ആരാണ്? കോ ആർട്ടിസ്റ്റ് എല്ലാവരും എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്ത ഒരു ആക്ടറിനെ കൂടെ എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരും കൂടെ അഭിനയിച്ചു. എല്ലാവരും വളരെ ഫ്രണ്ട്ലിയും കംഫർട്ടും ഒക്കെ ആയിരുന്നു. യാത്രകൾ ഇഷ്ടമാണോ? യാത്ര ഇഷ്ടമാണ്. എപ്പോഴും യാത്ര പോകാറുണ്ടോ? അപ്പോൾ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ? ഫ്രീ ടൈം അല്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സമയം തന്നെ യാത്രയിലാണ്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ ട്രാവലിംഗ് തന്നെ ആയിരിക്കും. അപ്പം എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്. പുതിയ സ്ഥലത്ത് പോവാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എൻജോയ് ചെയ്യും. ഏറ്റവും ഇഷ്ടം തോന്നിയ സ്ഥലം ഏതാ ട്രാവൽ ചെയ്തിട്ട്? സ്ഥലം നമ്മൾ ഫാമിലിയായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഫാമിലിയായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇഷ്ടമാണ്. അതെ അതെ. നമ്മളിപ്പോ എന്താ കൂടെയുള്ള ആൾക്കാരും അതനുസരിച്ചിരിക്കും. കാരണം ഒന്നും മിണ്ടില്ല, ഒന്നും റിയാക്ട് ചെയ്യില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ കുറെ ദൂരെ ഏത് ഭംഗിയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മനസ്സിന്റെ അകത്തൊരു സന്തോഷം വരത്തില്ല. ഇത് കൂടെയുള്ളവർ നല്ല ജോളി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്യും. അതുപോലെ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സിൽ ഞാൻ അധികവും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ല രസമുള്ള ഡ്രസ്സുകളാണ് സെലക്ട് ചെയ്യുന്നത്. നല്ല കോസ്റ്റ്യൂം സെൻസ് ആണ്. ശരിക്കും ഇത് സ്വന്തം സെൻസ് ആണോ അതോ അമ്മയുടെ സെൻസ് ആണോ? രണ്ടുപേരുടെ ഉണ്ട്. പിന്നെ ചേച്ചിക്കും അത്യാവശ്യം സെൻസ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ നമ്മുടെ കുറെയൊക്കെയും ഡിസൈനേഴ്സിന്റെ ആണ് കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ കറക്റ്റ് ഫാഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നൊന്നല്ല. പലപ്പോഴും നമ്മൾ അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഇപ്പൊ നാളെ കഴിഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, പെട്ടെന്നായിരിക്കും ഡ്രസ്സ് വേണ്ടത്. അപ്പൊ പെട്ടെന്ന് വിളിച്ചു പറയും, അയ്യോ എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് ഡ്രസ്സ് വേണ്ടത്. അപ്പൊ കൂടുതലും ആ ഡിസൈനേഴ്സിന്റെ ഒരു സെൻസും കൂടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അവർക്ക് അറിയാം എന്റെ കംഫർട്ട് എന്താണ്, എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് മാച്ച്. ചില സമയത്ത് നല്ലത് കിട്ടിപ്പോവും. അതെ അതെ, കിട്ടിപ്പോവും. കൂടെ ഡിസൈനേഴ്സിന്റെ കഴിവും കൂടെയാണ്. നല്ലൊരു ഈശ്വര വിശ്വാസിയാണോ? അതെ അതെ, തീർച്ചയായിട്ടും ആണ്. ചെറുപ്പം മുതലേ? അതെ അതെ അതെ. അത് എക്സാമിന്റെ സമയത്ത് മാത്രം ഇത്തിരി കൂടുവോ? അല്ല അല്ല അല്ല, അത് പറഞ്ഞപ്പോ ചിരിക്കണ്. എക്സാമിന്റെ സമയത്ത് മാത്രം പ്രാർത്ഥിക്കുന്ന ആളാന്ന് തോന്നുന്നല്ലേ? അല്ല, എല്ലാ സമയത്തും ഈശ്വര വിശ്വാസമുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കണ്ടിട്ട് അപ്രിസിയേഷൻ ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ അതിന് വിമർശിക്കുന്ന ആളുണ്ടാവും, അതും വീട്ടിൽ തന്നെ ഉണ്ടാവും. അത് ആരാ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? മമ്മി. എല്ലാ വീട്ടിലും തന്നെ. ഈ മമ്മിമാർക്ക് തന്നെ പണി കുറ്റം കണ്ടുപിടിക്കും. ആദ്യം നിന്നിട്ട് കുറ്റം കണ്ടുപിടിക്കാം. പക്ഷെ അതൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാല് ഏറ്റവും ആദ്യം അതിലെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കും. ആ ഷോട്ട് ശരിയായില്ല, ആ സ്റ്റെപ്പ് നീ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമായിരുന്നു. ഇതെല്ലാം മമ്മി തന്നെയാണ്. മേക്കപ്പ് നന്നായില്ല, ഹെയർ നന്നായില്ല എന്നൊക്കെ പറയാറുണ്ട്. പറയാറുണ്ട്. എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് നല്ലതായിട്ടുള്ളത് നല്ലതായിട്ടും പറയും. ഇഷ്ടപ്പെടാതെ ഏറ്റവും വേഗം പിക്ക് ചെയ്യുന്ന മമ്മിയാണ് വീട്ടില്. അതെല്ലാ അമ്മമാർക്കും ഉള്ള ഗുണമാണ്. ഇപ്പൊ ഒരുപാട് മൂവീസ് ചെയ്തു. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ആത്മസംതൃപ്തി നൽകിയിട്ടുള്ള ക്യാരക്ടർ ഏതാ? ഏറ്റവും കൂടുതൽ മലയാളത്തിലാണെങ്കിൽ വിശുദ്ധൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. നമുക്ക് എപ്പോഴും കിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. കാരണം സിസ്റ്റർ ആയിരുന്നു. അങ്ങനെ കന്യാസ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. ക്രൈം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ക്യാരക്ടറായിരുന്നു സിസ്റ്റർ സോഫി എന്ന് പറയുന്നത്. അങ്ങനെ എപ്പോഴും കിട്ടാത്തൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മമ്മി പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യണം. കാരണം ഇങ്ങനത്തെ റോൾ കിട്ടില്ല. എപ്പോഴും നമുക്ക് അല്ലാത്ത ക്യാരക്ടേഴ്സൊക്കെ മിക്കപ്പോഴും വരാറുണ്ട്, നോർമൽ ക്യാരക്ടേഴ്സ്. പക്ഷെ ഇതൊക്കെ വരാറില്ലാത്ത ക്യാരക്ടറാണ്. അപ്പം അത് എനിക്ക് ഭയങ്കര മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ തമിഴിൽ ഈ പറഞ്ഞ അമരകാവ്യം, അതൊരു സ്പെഷ്യൽ റോളായിരുന്നു. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളത്. അതിൽ നല്ല യൂണിഫോം ഒക്കെ ഇട്ട് നല്ല തമിഴ് പെൺകുട്ടിയായിട്ട് കൊടൈക്കനാലൊക്കെ ആയിരുന്നു അതിന്റെ ഷൂട്ട്. ഊട്ടി. അതാ ആ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഊട്ടി ഒരു നല്ല ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. യാത്ര ചെയ്തതിൽ ഊട്ടി നമ്മൾ ഷൂട്ടിംഗ് കുറെ എൻജോയ് ചെയ്തു. ഇനി ഏതൊക്കെയാ പുതിയ ചിത്രങ്ങൾ? യമൻ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. വിജയ് ആന്റണി ആണ് അതിൽ ഹീറോ ആയിട്ട്. വിജയ് ആന്റണി തമിഴില് വലിയ ഹീറോ ആയി മാറി. അതെ അതെ. പിച്ചക്കാരൻ എന്ന് പറയുന്ന ഒരു മൂവി ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോ അത് മലയാളത്തിലും കേരളത്തിലും വന്നിരുന്നു ആ മൂവി. അപ്പോ തെലുങ്കിലും ഉണ്ട്. ഒരേ ദിവസം ഇറങ്ങാണ്. തെലുങ്കിലും കൂടെ ഡബ് ചെയ്തിട്ട് ഇറക്കാണ്. അപ്പോ ഒരു മൂവിയും കൊണ്ട് എനിക്ക് തെലുങ്കിലും കൂടെ ഒരു
സ്റ്റാർട്ടിംഗ് ആയി. അപ്പൊ എന്തായാലും മിയക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരാണ്. മലയാളത്തിൽ വലിയ ആക്ട്രസ് ആയി, തമിഴിലും ഇപ്പൊ ആയി, ഇനിയിപ്പോ തെലുങ്കിലും അതിനേക്കാളും വലിയ ആക്ട്രസ് ആവട്ടെ. അത് മാത്രമല്ല നമുക്ക് നന്നായിട്ട് പാട്ട് പാടി തന്നു, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും മിയയുടെ എല്ലാ മൂവീസും കണ്ടതാണ്. അതുപോലെ നന്നായിട്ട് ഡാൻസും ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും നോക്കുകയാണെങ്കിൽ മിയന്റെ ഡാൻസ് കമ്പൽസറി ആയിരിക്കും, മിയന്റെ ഡാൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാട്ട് വെച്ച് കൊടുത്താൽ മിയ ഡാൻസ് ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം. പറഞ്ഞു വന്നത് അങ്ങോട്ടായിരുന്നു അല്ലേ? ഇത്രയും നല്ലൊരു ഡാൻസർ കിട്ടിയിട്ട് 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യിക്കാതെ വിടാൻ പാടുണ്ടോ? ഇല്ല. എന്റെ കൂടെ കൂടില്ലേ? ഞാൻ കൂടെ കൂടിയിട്ട് എല്ലാം തെറ്റിക്കണോ വെറുതെ? അത് നമ്മളിപ്പോ നമ്മുടെ ഫ്രീ സ്റ്റൈൽ ആണല്ലോ. എന്നാ ഫ്രീ സ്റ്റൈലേക്ക് ഫ്രീ സ്റ്റൈൽ. മിയക്ക് ഇഷ്ടമുള്ള പാട്ട് എന്തെങ്കിലും വെച്ചോ? എന്തെങ്കിലും വെച്ചാ ഏത് സ്റ്റൈൽ വേണമെങ്കിലും ചെയ്യും. അങ്ങനല്ല. होठों पे बेईमानियां कले थोड़ी नादानियां होठों पे मनमानियां कले थोड़ी नादानियां मुझे आधी रात को सताने लगे मुझे अपने साथ तड़पाने लगे तू आज पास से बुलाने लगे तुझे छूना चाहे मेरे पिंक लिप्स pink lips, pink lips, pink lips, pink lips, pink lips, पल पल तुझको करते मिस. Pink lips, pink lips, pink lips, pink lips, pink lips, pink lips. I know you want my baby lips. मेरी ख्वाहिशों की तलब है तेरी എന്താ ഇവിടെ പ്രശ്നം? എന്റെ പൊന്നുമോളെ ആ പൂച്ച പൊതിഞ്ഞോണ്ട് പിന്നെ വന്നിരിക്കുവോ? പിന്നെ ഇത്രയും വലിയ ആനയല്ലേ നീ ഇത്രയും പൊതിഞ്ഞോണ്ട് വന്നിരിക്കുന്നത്? എന്നും കൊടുക്കുന്ന ഗിഫ്റ്റ് ഇല്ലേ? ഗിഫ്റ്റാ? അല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇത് നോക്കി അങ്ങ് പടം വരച്ച് കൊടുത്താ പോരായിരുന്നു. എന്തിനു സംശയമൊക്കെ ചോദിക്കാൻ പോയത്? അത് ശരിയാ. കൺഫ്യൂഷൻ ആയി പോയി. അപ്പൊ എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ക്ലാസ്സിലായിരുന്നു. ഓ എന്റെ കയ്യിലില്ലല്ലോ. എന്തായാലും അൻസിബയ്ക്ക് വേണ്ടി ഇവിടുത്തെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പാട്ട് പാടി ഡാൻസ് കളിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുത്താരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇവിടുന്ന് പാട്ട് പാടുമ്പോ തുള്ളുവോ ഡാൻസ് കളിയോ ഏതാ കാരണം അടിച്ചാൻ പൊടിക്കുന്നു കേട്ടാ. മര്യാദയ്ക്ക് അവിടെ അറിയുന്നോ? മര്യാദയ്ക്ക് കേട്ടാ. ശരി. मेरे हाथ में अरे वाह तेरा हाथ हो सारी जन्नतें मेरे साथ हो मेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो तू जो पास हो फिर क्या ये जहां तेरे प्यार में हो जाऊं फना तेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो तू जो पास हो फिर क्या ये जहां तेरे प्यार में हो जाऊं फना तेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो എന്തായാലും നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും സോ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് മിയാന്ന്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ വേദിയിൽ വന്നതിന് ഈ സോ സ്വീറ്റ് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ മിയക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് പറക്കാട് ജ്വൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. താങ്ക് യു. പൂച്ചക്കുട്ടിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളൊരു ആനക്കുട്ടനെ കൊടുത്തു. എന്നെ ഇഷ്ടമാണ്. അയ്യടാ, അത് മിയന്റെ അമ്മയ്ക്ക്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്?
എന്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് മമ്മി ഹായ് പറ. മമ്മി ഹായ്. അത് മതി കേട്ടോ. ഇത് മാത്രമല്ല മുസ്തഫാക്ക് ഭയങ്കര ഒരു ആഗ്രഹം പാട്ട് വെച്ചിട്ട് മീന്റെ കൂടെ കിടന്ന് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കറിയാം. ആഗ്രഹമല്ലേ? എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അവിടെ കിടന്ന് rehearsal ചെയ്യുന്നുണ്ടായിരുന്നേ. അതെ അല്ലേ ഞാൻ പറയട്ടെ, എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടനോട് ഡാൻസ്. അതാണ്. അതങ്ങ് സമ്മതിച്ചാ പോരെ, ഇനി എന്റെ മേത്ത് കൊണ്ട് വെക്കണം. ഞാൻ സമ്മതിച്ചു. मालूमा डोलमा ऐसा लंगड़ी मालूमा तेजी गली जिन्हें क्रैकी उठा सालमा अरिकल गरिकल कोत उठा गलगले पलचिन पल बलक मिटा मेल लोकले डमगना डमगना काला काला डमगना डमगना डुमा गोली यट्टी पोना यनगिना अरगना मुरगना तोडया यरगना यरगना सरगना उंडे ना उनगिना अलमा डोलमा अलमा डोलमा ऐसा लगड़ी मालमा तेजी गली जिने क्रैकी उठा सालमा अरिकल गरिकल कोत उठा गलगले पलचिन पल बलक मिटा मेल लोकले വിഷയമുണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞ മിലിറ്ററി ആണല്ലോ, വിഷയമുണ്ടായിട്ടല്ല. അയ്യോ മുസ്തഫക്ക ഭയങ്കര കിതപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതിഥികളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡൻസ് ഗ്രൂപ്പ്.